നമസ്കാരം ഗൈസ്, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പാരഗണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഔട്ട്ലെറ്റ്. അത് കോഴിക്കോട് ബീച്ചിലാണ് ഉള്ളത്. പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ പുറത്തുണ്ട്. ഇനിയിപ്പോൾ റെസ്റ്റോറൻറ്റിൽ പാർക്കിംഗ് ഇല്ലെങ്കിൽ ബീച്ച് സൈഡിൽ ഇഷ്ടം പോലെ പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ബീച്ചിൻ്റെ ഈ കടലിൻ്റെ ഇങ്ങനെ വ്യൂ കണ്ടുകൊണ്ട് ഇരുന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും. അത് ഭയങ്കര വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു കൈൻഡ് ഓഫ് സംഭവം തന്നെയാണ്. അതുപോലെ തന്നെ മെനുവിൽ സാധാരണ ഉള്ള റെസ്റ്റോറൻറ്റിലുള്ള മെനു മാത്രമല്ല, കുറച്ച് വെറൈറ്റി ഐറ്റംസ് എല്ലാം ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം ഓർഡർ ചെയ്തത് ചെമ്മീൻ പൊരിച്ചതാണ്. 400 രൂപയാണ് അതിന് വരുന്നത്. അതുപോലെ തന്നെ കലാശക്കോഴി എന്നും പറഞ്ഞിട്ടുള്ള 2 സ്റ്റാർട്ടറുകളാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു കോഴി ഐറ്റം അതിലോട്ടേക്ക് വരുന്നതിന് മുമ്പേ നമുക്ക് ചെമ്മീൻ്റെ കാര്യം പറയാം. നല്ല ഫ്രൈഡ് ആയിട്ടുള്ള ചെമ്മീൻ വിത്ത് എന്താ പറയുക, അതിൻ്റെ മുകളിൽ കുറേ പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല വെളിച്ചെണ്ണയുടെ ടേസ്റ്റും അതുപോലെ തന്നെ ചെമ്മീനും നല്ല അധികം ഓവർ കുക്ക്ഡൊന്നും ആയിട്ടില്ല. നല്ല രീതിയിൽ തന്നെ കുക്ക് ചെയ്തിട്ടുള്ള ചെമ്മീൻ അത് കഴിച്ചുകൊണ്ടിരിക്കാൻ ഒരു രസം തന്നെയാണ്. പീസസും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 5-8 പീസോ മറ്റേ അതിൽ വരുന്നുള്ളൂ. പക്ഷെ എനിക്ക് വെർത്ത് ഐറ്റം ആയിട്ടാണ് തോന്നിയത്. കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണ്. 400 രൂപയ്ക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംശയമാണ്. ഒരു 300 രൂപയ്ക്കൊക്കെ ആണെങ്കിൽ ഓക്കെയാണ്. അതുപോലെ തന്നെ ഈ കലാശക്കോഴി അത്യാവശ്യം ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ അതിനുണ്ടായിരുന്നു. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ഇന്ന് കഴിച്ചതിൽ വെച്ച് കഴിഞ്ഞാൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലധികം ഓയിലും അങ്ങനെ ഡീപ് ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റം ഒന്നുമല്ല. ഹെൽത്തി ഓപ്ഷൻ നോക്കുന്ന ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണത്. അതുപോലെ തന്നെ ഒരു ട്രൈബൽ കുക്കിങ്ങിൻ്റെ ഒരു ഫീലാണ് അതിൽ കിട്ടിയത്. അധികം മസാലയൊന്നും ഇല്ലാതെ കുറേ എന്താ പറയുക, ചിക്കൻ്റെ ടേസ്റ്റ് ഒക്കെ നന്നായിട്ട് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഹെർബ്സിൻ്റെ ഒക്കെ ടേസ്റ്റ് നന്നായിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ സാധാരണ ഹോട്ടലിൽ മാത്രം റെസ്റ്റോറൻറ്റ്സിൽ കാണുന്ന ഒരു ഐറ്റമാണ് ഇറച്ചിച്ചോറ്. അത് ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബിരിയാണി ഉൾപ്പെടെ. ഞാൻ എന്തായാലും ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ട്. കുറേ കാലമായി ഞാൻ പാരഗൺ ബിരിയാണി കഴിച്ചിട്ട്. കഴിഞ്ഞ പ്രാവശ്യം ബാംഗ്ലൂരിലുള്ള പാരഗണിൽ വെച്ച് ബിരിയാണി കഴിച്ചതിൻ്റെ വീഡിയോ ഞാൻ താഴെ കമൻസ് ആയിട്ട് കൊടുക്കാം. അത് വലിയ രീതിയിൽ ഷോക്കായിരുന്നു. അപ്പം ഞാനിന്ന് കഴിച്ചു നോക്കുന്ന ഇറച്ചിച്ചോറാണ്. എനിക്ക് ആദ്യം കഴിച്ചപ്പോൾ അത് ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്നാലും ഡെഫിനറ്റ്ലി ഇറ്റ് കുഡ് ഇംപ്രൂവ് മോർ. കാരണം പാരഗണിൻ്റെ ഒരു സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ട് ആ ബീഫൊക്കെ കുറച്ച് ഡ്രൈ ആയിരുന്നു. അതൊക്കെ നല്ല ജ്യൂസി ആയി കുറച്ചധികം പീസസ് ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ആകെ 3-4 കഷ്ണം മാത്രമേ ആ 300 രൂപയുടെ ഇറച്ചിച്ചോറിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് അത്രയും റൈസ് കഴിക്കാൻ വേണ്ടി അത്ര പീസ് സഫിഷ്യൻ്റ് ആണെന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല. ഇന്നത്തെ കാലത്ത് കുറച്ചധികം പീസസ് ഒക്കെ കൊടുത്തുകൊണ്ട് ഒന്നും പ്രത്യേകിച്ച് പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മന്തി റെസ്റ്റോറൻറ്റ്സിൻ്റെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് കൂടുന്നത് തന്നെ നല്ല ക്വാളിറ്റി ഓഫ് പീസസ് ജനങ്ങൾക്ക് കിട്ടുന്നതുകൊണ്ടാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. സാധാ റെസ്റ്റോറൻറ്റ്സ് നമ്മളത് കഴിക്കുമ്പോൾ അത് കിട്ടാറില്ല. അത് വലിയൊരു ഡ്രോബാക്കാണ്. അതുപോലെ തന്നെ ബിരിയാണി ഞാൻ കഴിച്ചു. എന്നാലും പണ്ടൊന്നും കഴിക്കുന്ന ഒരു ബിരിയാണീൻ്റെ ഒരു ലെവലിൽ എത്തിയിട്ടില്ല. ടേസ്റ്റ് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം. ബട്ട് ഇറ്റ്സ് ജസ്റ്റ് ആൻ ആവറേജ് ബിരിയാണി. അതിലും നല്ല ബിരിയാണി എത്രയോ ചെറിയ ചെറിയ കടകളിൽ നമുക്കിപ്പം കിട്ടുന്നുണ്ട് എന്ന് ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഞാനൊരു ഹാഫ് ബിരിയാണിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് മുഴുവൻ കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു നനവും മസാലയ്ക്കൊരു നനവൊക്കെ ഉണ്ടായിരുന്നു അവസാനം. അതുപോലെ തന്നെ ഡാൻസിങ് ടീ ഞാനല്ല കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കഴിച്ച ആൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇളനീർ പായസം നല്ല രുചി ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ കൺസിസ്റ്റൻസി വളരെ തിന്നായിരുന്നു. അതായത് ഒരു വെള്ളം പോലെയാണ് ഉണ്ടായിരുന്നത്. അത് കുറച്ചും കൂടി തിക്കായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റിനെ കൊണ്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട്